ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നാളെയാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ ദേ വൈകുന്നേരം തൊട്ടല്ല കേട്ടോ, ഇന്ന് രാവിലെ തൊട്ടേ ഭയങ്കര തിരക്കൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെ തിരക്കുണ്ട്, ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കാതെ നമ്മൾ വെറുതെ സിറ്റിയിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തൊട്ടേ ഭയങ്കര തിരക്കാണ്, എല്ലായിടത്തും അടുപ്പ് പിടിച്ചിട്ടിങ്ങനെ. അപ്പോൾ ഇപ്പോൾ കണ്ടാണ് നമ്മുടെ ഗണപതി ക്ഷേത്രം കേട്ടോ. ഈ ഇടയ്ക്കായിരുന്നു പ്രതിഷ്ഠാ മഹോത്സവമൊക്കെ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ശാസ്തമംഗലം വഴി വെള്ളയമ്പലം, കവടിയാറ് ഈ ഭാഗങ്ങളിലൊന്നും നോക്കാമെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല തിരക്കുണ്ടെന്ന് ഓറഞ്ചേടെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഓരോരോ സ്റ്റോപ്പുകളിലായിട്ട് ഓരോരോ പരിപാടീസും നടക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ ഓർഗനൈസ് ചെയ്തേക്കുന്ന പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നുണ്ട്. രണ്ട് വശത്തും ബുക്കിങ്ങും പിന്നെ അടുപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും ചുടുകല്ലും പിന്നെ നമ്മുടെ ഈ പാത്രങ്ങളും അതുപോലെ നമ്മുടെ ചൂട്ടും കൊതുമ്പും ഒക്കെ മേടിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഈ ചൂടിനൊക്കെ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ കുറച്ചുകൂടി വില കുറവുണ്ടെന്ന് തോന്നുന്നു. ചിലയിടത്തൊക്കെ ചൂട്ട് മാത്രമായിട്ടുള്ളത് 50 രൂപയെന്നും, പിന്നെ നമ്മുടെ ഈ കലമൊക്കെ അറിയാമല്ലോ, ഓരോരോ ക്വാണ്ടിറ്റി അരി കൊള്ളുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും റേറ്റ്. 100 തൊട്ടും ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരോ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ട് പോവുകയാണ്. എല്ലാ സ്റ്റോപ്പുകളിലും നല്ല തിരക്കും ഉണ്ട്, നല്ല രീതിയിൽ എല്ലായിടത്തും ബുക്ക്ഡായിട്ടുമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കവടിയാറ് വെള്ളയമ്പലം ഭാഗത്താണ് കുറച്ച് അധികം തിരക്കുള്ളത് കേട്ടോ. നമുക്കിവിടെ എങ്ങും ഒട്ടും ഒരു സ്ഥലത്ത് പോലും ഒരു ഗ്യാപ്പ് പോലും ഇല്ല, ആ രീതിയിൽ ഫിനിഷ്ഡാണ് കേട്ടോ. അങ്ങനെ പ്രായമായിട്ടുള്ള ആൾക്കാരൊന്നും അങ്ങനെ ഒന്നുമില്ല. എല്ലാ ആൾക്കാരും കൊച്ചു കുട്ടികളും എല്ലാവരും വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അല്ലാണ്ട് നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ രാവിലെയൊക്കെ നമ്മൾ കഴിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ഓണക്കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി വരുന്ന ആ രീതിയിൽ അതിനേക്കാളും ഉള്ള തിരക്കാണ് ഇവിടെയൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ വൈകുന്നേരം പോയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പൊങ്കാല ഇടുന്നിടത്ത് പോയി അടുപ്പൊക്കെ പിടിച്ചിട്ടു. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്കും അവിടേക്ക് ഫുള്ളായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഗണപതി കോവിലും കൂടെ ഉള്ളതുകൊണ്ട് അവിടെയും നല്ല തിരക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും കുറച്ചധികം തിരക്ക് ഈ വർഷം കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മൾ കുട്ടികളും അമ്മൂമ്മമാരും ആൾക്കാരെല്ലാം നമ്മൾ പോകുന്ന വണ്ടികളിലെല്ലാം അവരുടെ കയ്യിൽ പൊങ്കാല കിറ്റും അതിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഭക്തിപൂർണ്ണമായിട്ടുള്ളൊരു പൊങ്കാല ആശംസിക്കുന്നു കേട്ടോ. സിറ്റിയിലോട്ടൊക്കെ നല്ല തിരക്കാണ്. വരുന്നവർ കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് വരുന്നവർ നല്ല രീതിയിൽ ശ്രദ്ധിച്ചോണം. അപ്പോൾ നാളെ പൊങ്കാലയ്ക്ക് കാണാം. ടാറ്റാ, ബൈ.